You do know that what is the protocol with regarding this? You will bear the consequence. എന്നൊക്കെ പറഞ്ഞിട്ട് മോനോട് ഇങ്ങനത്തൊക്കെ പറയണ്ടായിരുന്നു. അപ്പം മോൻ വന്നിരിക്കേ അയാൾ എന്താ പറയണം നമുക്ക് നോക്കട്ടെ, അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അമ്മ അത് ഫേക്കാണ്, നിങ്ങളതിൽ അറ്റൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഇത് പറയുമ്പോഴത്തേക്ക് സമയങ്ങൾ ഇതിനെ കടന്നു പോവാണ് സത്യത്തിൽ. ഏതാണ്ട് ഈ ഒരു അരമണിക്കൂറൊക്കെ ലാൻഡ് ലൈൻ നോർമൽ കോളിലുണ്ടാവും, പിന്നീട് എല്ലാം കൂടി ഒരു 2 മണിക്കൂറിനകം. അപ്പോൾ ഫുൾ ഞാൻ അവിടെ ഇരിക്കുകയാണ്. എനിക്ക് രാവിലെ 10:06 റെക്കോർഡുണ്ട്, കോൾ റെക്കോർഡുണ്ട്. ഇല്ല അത് ആദ്യമൊന്നും എനിക്കുണ്ടായില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് എനിക്ക് പാനിക് ആവാൻ കാരണം എന്താ വെച്ചാൽ ഒരു ഇലക്ഷൻ നിൽക്കുകയാണ്. ഈ എന്താണ് പാകിസ്ഥാൻ ചാരനായിട്ടുള്ള ഒരാൾ എൻ്റെ അക്കൗണ്ട് വഴി അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ഞാൻ എൻ്റെ നമ്പർ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പാനിക്കായി. റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് പ്രയാസം തോന്നി. കാരണം ഇത് പാർട്ടിയെ ബാധിക്കും, ഇതെങ്ങനെയാണതെന്ന് അറിയണമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ അയാൾ പറഞ്ഞു നിങ്ങൾ പിന്നെ ഇതിൻ്റെ സമൺസ് കൈപ്പറ്റണം, ഡയറക്റ്റ്ലി യു കം ടു ദി. ഇല്ലില്ല, ഇതാണ് അവസ്ഥ. അപ്പോൾ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ പിന്നെ അവസാനം എൻ്റെ നമ്പർ ആധാർ നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു. പക്ഷേ എനിക്ക് പിന്നീടാണ് ഫീൽ ചെയ്തത്. അപ്പോഴത്തേക്കും ഡ്രൈവർ വന്നിട്ട് ആധാർ നമ്പർ ഞാൻ കൊടുത്തു, ആധാർ നമ്പർ കൊടുത്തു. അപ്പോൾ അയാൾ ഇത് കറക്റ്റല്ലേ അഡ്രസ്സൊക്കെ നോക്കിയിട്ട് ഓക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും വന്നിട്ട് പറഞ്ഞു അത് എടുക്കണ്ട, അത് കട്ടാക്കുമെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് ഞാനത് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും ഒരു 3-4 തവണ അയാൾ എന്നെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു, വീണ്ടും വീഡിയോ കോൾ ചെയ്ത ശേഷം അതിലൊരു മെസ്സേജ് ഇട്ട്, ഞാൻ ഫോൺ എടുത്തില്ല, മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് പറഞ്ഞത് മാഡം കോൾ അതർവൈസ് വി വിൽ ടേക്ക് ആക്ഷൻ എന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നു. വീഡിയോ കോൾ വന്ന നമ്പർ അതെ നത്തിങ് ഒന്നും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആക്ഷൻ എടുക്കും എന്നുള്ള രീതിയിൽ മാത്രമാണ് പറഞ്ഞത്. അതാണ്ട മാം കോൾ ബാക്ക് അതർവൈസ് വി വിൽ ഹാവ് ടു ടേക്ക് ആക്ഷൻ. അതടില്ലേ അല്ല അതുപോലെ ഈ ഇത് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് അവരുടെ ATSൻ്റെ ആണെന്നും പറഞ്ഞിട്ട് ലോഗോ എം ബ്ലോക്ക് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം എന്നോട് പറഞ്ഞു നിങ്ങൾ ഈ വീഡിയോയിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മെസ്സേജ് കൊടുത്തു നോട്ടഡ് മാം എന്ന് പറഞ്ഞ ശേഷമാണ് ഈ കോൾ വന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ഏതാണ്ട് ഒരു ഘട്ടമായപ്പോൾ എനിക്ക് പിടികിട്ടിയത് ഫേക്കാണ്. പക്ഷേ ഞാൻ MLA എന്ന നിലയിൽ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ നമ്മുടെ ജനറൽ പബ്ലിക്സിൻ്റെ ഒരു ഇഷ്യൂ എന്തായിരിക്കും എന്നതുകൊണ്ട് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഞാൻ ഇത് അറിയട്ടെ എന്ന നിലയിലാണ് സ്റ്റേ ചെയ്തത്. അന്വേഷിക്കേണ്ടത് ഇന്നലെ തന്നെ. പിന്നെ അപ്പോഴത്തേക്കും കുഴമ്പന്നം പോലീസിൻ്റെ ടീം ഇവിടെ എത്തി. ഞാൻ അവരോട് ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്തു. ശേഷം ഞാൻ പരാതി കൊടുത്തു. സൈബർ സെല്ലിലെ CI ആയിട്ട് വിളിച്ച് സംസാരിച്ചു, പരാതി കൊടുത്തു. പരാതി ഇപ്പോൾ അവർ ആക്ഷന് വേണ്ടി കൈമാറിയിട്ടുണ്ട്. അല്ല ഇന്ന് പറഞ്ഞിട്ടില്ല, ഇന്നിപ്പോൾ നമുക്ക് മെസ്സേജ് വഴി വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്നലെ തന്നെ അത് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഉണ്ടായത്. അപ്പോൾ സത്യത്തിൽ പിന്നെ നമ്മുടെ ഈ സൈബർ തട്ടിപ്പിൻ്റെ ഒരു ആഴം പറയുന്നത്, കാരണം നമ്മുടെ വളരെ വീക്ക്നെസ് അല്ലെങ്കിൽ സെൻസസ് ആ ഒരു വിഷയത്തിലാണ് കയറിയിട്ടാണ് അവർ പെട്ടെന്ന് ഹൈപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മാനസികമായിട്ട് പ്രയാസം വരും. അപ്പോൾ ഞാനിത് ആരോടും അറിയിച്ചില്ല. ഏതാണ്ട് ഒരു 3/4 മണിക്കൂറൊന്നും ആരോടും പറഞ്ഞില്ല. ഞാൻ തന്നെ അറ്റൻഡ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നീട് ഹസ്ബൻഡുമായിട്ട് അത് ഷെയർ ചെയ്തു. അപ്പോഴാണ് ഹസ്ബൻഡും കൂടെ അവിടെ ഇരുന്നിട്ട് ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഇത് കർശനമായ രീതിയിൽ അന്വേഷിക്കും തന്നെയാണ് എനിക്ക് തന്നിട്ടുള്ള വാക്ക്. അപ്പോൾ അത് അന്വേഷിക്കട്ടെ, അതാണല്ലോ ഇതിൻ്റെ വേണ്ടത്. ഞാൻ എൻ്റെ കോൾ റെക്കോർഡ്സും ഈ നമ്പേഴ്സും വെച്ചിട്ടാണ് ഞാൻ കത്തയച്ചത്, അവർക്ക് കംപ്ലൈൻറ്റ് കൊടുത്തത്. തീർച്ചയായിട്ടും. കാരണം ഞാൻ എന്നോടിപ്പോൾ എൻ്റെ പേരിൽ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പിന്നെ ഒന്നുകൂടെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ നോൺ ഇൻവോൾവ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. അതർവൈസ് യുവർ ഫ്യൂച്ചർ വിൽ എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആകെ വല്ലാത്തൊരു ഇതിലേക്ക് വരികയാണ്. അപ്പോഴാണ് ഇത് അറിയട്ടെ ഏത് കേസ് എന്ത് കേസ് എന്നൊക്കെ നിലയിൽ. പിന്നെ ഞാനിത് പിന്നെ അന്നേരം പിന്നെ നമുക്ക് വേറെ ആരെയും സംസാരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു കറണ്ട് MLA ആണ്, റൂളിംഗ് പാർട്ടിയുടെ കറണ്ട് MLA. ഞാൻ പിന്നെ പുറത്തൊന്നുമില്ല, ഞാൻ ഈ ഡിസ്ട്രിക്റ്റിലൊക്കെ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്ന നിലയിൽ ഞാനത് പറഞ്ഞ ശേഷമാണ് തോന്നുന്നു ഒരുപക്ഷെ അവർ ഈ മെത്തേഡ് മാറ്റിയിട്ടുണ്ടാവുക. എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം ചിലപ്പോൾ അക്കൗണ്ട് നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി അതിൻ്റെ കുഴപ്പമുണ്ട്, ശരിയല്ല എന്ന് പറഞ്ഞ് ഞാൻ കട്ടാക്കി. അപ്പോൾ ഇതിൽ നമുക്കുണ്ടായൊരു ഫീൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 മണിക്കൂർ നമ്മൾ ഈ ക്യൂരിയോസിറ്റിയിൽ, അതായത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ മനുഷ്യർ സാധാരണക്കാരാകുമ്പോൾ പേടിച്ച് പറിച്ച് ചിലപ്പോൾ ഒക്കെ പറഞ്ഞു കൊടുത്ത് പെട്ടെന്നാക്കിയിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് ആധാർ കാർഡ് വരെ പറഞ്ഞല്ലോ, ആധാർ നമ്പർ വരെ ഞാൻ പറഞ്ഞു. അപ്പോൾ അത് എൻ്റെ കയ്യിൽ ഉണ്ടായെന്ന് വെച്ചാൽ ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് പാർട്ടിക്ക് അല്ലെങ്കിൽ എന്നെ വ്യക്തിപരമായിട്ട് മാത്രമല്ല
പാർട്ടി എന്ന നിലയിൽ വലിയൊരു രീതിയിൽ ബാധിക്കുമെന്നുള്ള മാനസിക പ്രയാസങ്ങൾ ജനങ്ങളോട് പറയാൻ പ്രേക്ഷകർക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ അവരോട് പറയാൻ ഇങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നാണ് അഡ്വക്കേറ്റ് കൂടിയാണ്. അല്ല, ഞാൻ പറയുന്നത് ഈ ഒന്നാമത് ഇപ്പോൾ നമ്മൾ വക്കീലായതുകൊണ്ട് സ്വാഭാവിക ഒരു ഇംഗ്ലീഷ് കോളോ ഹിന്ദി കോളോ വന്നാൽ സ്വാഭാവികം അറ്റൻഡ് ചെയ്യും. സാധാരണ മറ്റവരാണെങ്കിൽ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ കോൾ ഇപ്പോൾ ഏതാണ്ടൊക്കെ പലയിടത്തും ഒരേപോലത്തെ നമ്പറുകളാണ്, നമുക്ക് പറയാൻ പറ്റില്ല. MLA എന്നൊരു നിരവധി കോളുകൾ വരുന്നുണ്ട്. നമുക്കിപ്പം ഏതാ കോൾ ഏത് എടുക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു പൊതു ക്യാരക്ടർ, ഞാൻ ഏത് കോൾ വന്നാലും അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കും, അങ്ങനെയാണ്. അപ്പോൾ ആ നിലയിലാണ് ഞാൻ ഇത് അറ്റൻഡ് ചെയ്തത്. അപ്പോൾ പൊതുവേ പറയാനുള്ളത് വളരെ കോൺഷ്യസ് ആവുക. പിന്നെ ഇതുപോലുള്ള ഏതെങ്കിലും ഭാഷാ വ്യത്യാസമൊക്കെ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അറിയില്ലെങ്കിൽ അത് പറ്റില്ല എന്ന നിലയിലേക്ക് പറയാൻ വേണ്ടി കഴിയും.